MSFകാർ ജോബി ആൻഡ്രൂസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ ഞങ്ങൾ തിരിച്ച് കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച സ്ഥിതി എന്താ? ഈ പറഞ്ഞ ധീരജിനെ കൊലപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ തിരിച്ച് കൊലപ്പെടുത്താൻ തീരുമാനിച്ചാലത്തെ സ്ഥിതി എന്താ? അങ്ങനെ തീരുമാനിച്ച ആളുകളല്ല SFI. ഞങ്ങൾ ഈ രക്തസാക്ഷിത്വം മുഴുവൻ ഏറ്റുവാങ്ങിയ ആളുകളാണ്. ആക്രമിക്കപ്പെട്ട ഘട്ടത്തിലും തിരിച്ച് ആ നിലയിൽ ഒരാളും ആക്രമിക്കപ്പെടരുത് എന്ന് നിലപാട് സ്വീകരിച്ച ആളുകളാണ്. ഞങ്ങളുടെ നിരവധി അമ്മമാർ കരഞ്ഞിന്നും ഈ പൊതുസമൂഹത്തിനകത്ത് ജീവിക്കുന്നുണ്ട്. സഖാവ് VK ബാലന്റെ അമ്മ ഗംഗാമ്മ, സഖാവ് അഭിമന്യുവിന്റെ അമ്മ ഭൂപതി അമ്മ ഉൾപ്പെടെ നിരവധി അമ്മമാർ ഇന്നും ഈ പൊതുസമൂഹത്തിനകത്ത് കരഞ്ഞ് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഒരമ്മയുടെ കണ്ണുനീരും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന രാഷ്ട്രീയ കരുത്തുള്ള നിലപാടുള്ള ആളുകളാണ് ഞങ്ങൾ. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. എന്നാൽ അതിനർത്ഥം SFIക്കാരൻ ആക്രമിക്കപ്പെടാൻ വേണ്ടി മാത്രമുള്ള ആളുകളാണ് എന്നുള്ളതല്ല. അത് ഞങ്ങളുടെ ഒരു ബലഹീനതയായും കാണാൻ വേണ്ടി പാടില്ല. അത് ഞങ്ങളുടെ രാഷ്ട്രീയ കരുത്താണ്, ഞങ്ങളുടെ ബലഹീനതയല്ല. അത് വെച്ച് SFIക്കാരൻ്റെ തലയടിച്ച് പൊളിക്കാൻ സുധാകരൻ ആഹ്വാനം ചെയ്തു എന്നതിൻ്റെ പുറത്ത് SFIക്കാരുടെ തലയടിച്ച് പൊളിക്കാൻ വേണ്ടി ക്യാമ്പസിലേക്ക് ആയുധവുമായി കടന്നു വന്നാൽ അതിനെ സ്വാഭാവികമായും ഞങ്ങൾ പ്രതിരോധിക്കും. ഞങ്ങളുടെ കുട്ടികളോട് ആയുധവുമായി ഇരുമ്പ് വടിയുമായി KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് വരുന്നുണ്ട്, നിങ്ങൾ പോയി തല ഇരുമ്പ് വടി കൃത്യം കൊള്ളുന്ന ഭാഗത്തിന് വെച്ച് കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളോട് പറയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ പറയുന്നതല്ല SFI. എല്ലാം വന്നാൽ ഞങ്ങൾ പ്രതിരോധിക്കും. ഒരു തർക്കവും വേണ്ട അതിനകത്ത്. ഈ ആക്രമണം നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, ഇത് അവസാനിപ്പിക്കണമല്ലോ. ഇത് അവസാനിക്കണമെങ്കിൽ KSU ആയുധം നിലത്ത് വെക്കാൻ വേണ്ടി തയ്യാറാവണം.